എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കൊണ്ടുപോകുന്നത്. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി വിളക്ക് വെച്ച് ഒരു പോസിറ്റീവ് വൈബാണ്. ഞാൻ ആദ്യം ഇത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യാറ്. റീസെൻ്റ്ലി തുടങ്ങിയൊരു ഹാബിറ്റാണിത്. ഒരു 8-9 മാസമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് വിളക്ക് വെക്കുക. പീരിയഡ്സിൻ്റെ ടൈമിൽ മാത്രം 5-6 ദിവസത്തോളം ഞാൻ മാറി നിൽക്കുന്ന വെച്ചാൽ വിളക്ക് വെക്കാറില്ല. അതൊന്ന് ശീലിച്ചു പോയതുകൊണ്ടാണ്. അങ്ങനെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി, കുഞ്ഞിലെ അങ്ങനെ ശീലിപ്പിച്ച് വെച്ചതുകൊണ്ട് അങ്ങനെ ശീലിച്ചു പോയി. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഒന്ന് മാറി വിളക്കിൻ്റെ അവിടെ ഒന്നും പോകാൻ അങ്ങനെ സമ്മതിക്കാറൊന്നുമില്ല. പിന്നെ അതങ്ങനെ തന്നെ ശീലിച്ചു പോയി. അതത്ര മോശപ്പെട്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പീരീഡ്സ് എന്ന് പറയുന്നത് അത്രയും മഹത്തായ ഒരു കാര്യം തന്നെ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ എന്തോ നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ ഞാൻ അതുപോലെ ശീലിച്ചത് കൊണ്ട് ആ ടൈമിൽ മാത്രം മാറി നിൽക്കും. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ടേക്ക് കയറി ഇന്ന് ചപ്പാത്തിയും കറികളൊക്കെ ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, കുട്ടികൾക്ക് വേണ്ട സ്നാക്സ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഞാൻ ഇതിൽ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പം ആദ്യം തന്നെ ഞാൻ കറികൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പനീറും ചനയും ഇട്ടിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ ആദ്യം ബട്ടർ ആഡ് ചെയ്തിട്ട് ഈ പനീർ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഗ്രേവിക്കുള്ളത് ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. പിന്നെ അത് അരച്ചിട്ട് അതിലോട്ടേക്ക് വീണ്ടും ബട്ടർ ഇട്ട് ആ ഗ്രേവി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചന, പനീർ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒരു തിക്ക് ഗ്രേവി പോലെ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതൊക്കെ സൈഡിലോട്ടേക്ക് ഉണ്ടാക്കി വെച്ച് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് പിന്നീടാണ് ഞാൻ ചപ്പാത്തിയിലേക്ക് പോകുന്നത്. കാരണം ചപ്പാത്തി കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ അമ്മമാർക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് എത്ര എഫേർട്ട് എടുത്താലും നമുക്ക് അത്രയും പെയിനും കാര്യങ്ങളും വയ്യായി ഉണ്ടെങ്കിലും നമ്മൾ എന്തായാലും ഒന്ന് ചെയ്തു കൊടുക്കും അല്ലേ. എൻ്റെ ഇവിടെ മക്കൾക്ക് പൂരി, ചപ്പാത്തി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ പനീർ, ചന, കടല അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നമ്മൾ എത്ര കുറച്ചൊന്ന് എഫേർട്ട് എടുത്ത് കഴിഞ്ഞ് അത് ഉണ്ടാക്കി കൊടുത്ത് അവരത് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ, ഭയങ്കര ഒരു ഫീല് അല്ലേ അത് മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ അമ്മമാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ കാണുന്ന ചേട്ടന്മാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആരെയും ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അമ്മമാരുടെ ഒരു ഫീല് മാത്രം, അത് ഞാൻ അനുഭവിച്ചുകൊണ്ട് ആ ഒരു ഫീല് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഏട്ടനും മക്കളൊക്കെ പോയിട്ടാണ് എൻ്റെ ഭക്ഷണം കഴിപ്പ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് രാജകീയമായിട്ട് തന്നെയാണ് കഴിക്കാറ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഹെൽത്തി ആയിരിക്കണം, രാജകീയമായിരിക്കണം എന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. അപ്പോൾ രാജകീയമായി തന്നെ ഞാനും കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു, ശാന്തമായി പാട്ടും കേട്ട് ഇങ്ങനെ സോഫയിലിരുന്ന് കഴിക്കാൻ ഒരു നല്ല രസമാണ്. അപ്പോൾ എൻ്റെ രാജകീയ ഫുഡ് ഞാൻ കഴിച്ച് ഇങ്ങനെ ഒന്ന് സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.